നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 3 to 6 കാറ്റഗറിയിലെ കുട്ടികൾ. ഈ 3 to 6 കാറ്റഗറിയിൽ തന്നെ രണ്ടായി നമ്മൾ വിഭജിക്കുന്നുണ്ട്. ഒന്ന് സ്കൂൾ ഗോയിങ് എന്നും ഒന്ന് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്നും. ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത ഇരു കൂട്ടർക്കും നമ്മൾ അബാർ ഐ ഡി എന്നുള്ള ഒരു സവിശേഷത സൃഷ്ടിക്കാനുള്ള സാഹചര്യം പോഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അബാർ ഐ ഡി എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ ടീച്ചേഴ്സിന് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തി ഒരു കുട്ടിക്ക് അബാർ ഐ ഡി ഉണ്ടാക്കുക, ആർക്കാണ് അബാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം പോഷക ഭാഷ എന്ന ചാനലിനകത്ത് ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, സംശയമുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ആ വീഡിയോസ് നോക്കി റെഫർ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ തെറ്റ് കൂടാതെ ഒരു കുട്ടിക്ക് അബാർ ഐ ഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ കൺസെൻറ്റും കൂടെ വാങ്ങിയതിന് ശേഷമാണ് നമ്മളൊരു കുട്ടിക്ക് അബാർ ഐ ഡി ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ടീച്ചേഴ്സ് മുന്നോട്ട് പോകുന്ന സമയം അബാർ ഐ ഡി സക്സസ്ഫുള്ളി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു. പിന്നെയും ടീച്ചേഴ്സ് നേരിടുന്ന ഇത്തരത്തിലുള്ള അൺപ്രോസസബിൾ എൻറ്റിറ്റി എന്ന് കാണുന്ന ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇതൊരു തടസ്സമാണ്. ഈ തടസ്സം മറികടന്നാൽ മാത്രമാണ് നമ്മളെ കുട്ടികൾക്ക് അബാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. സാധാരണ ഇത്തരത്തിലൊരു എറർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ടീച്ചർ ഒരു പോഷൻ ട്രാക്കറിനകത്ത് 3 to 6 ഒരു കുട്ടി, അത് പ്രീ സ്കൂൾ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ECC 7 ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ കുട്ടിക്ക് അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പോയി കഴിഞ്ഞാൽ ആ ഓപ്ഷനിൽ നിന്നും ക്രിയേറ്റ് ഓർ റിട്രീവ് അബാർ ഐ ഡി എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, കുട്ടിയുടെ പേരിൽ തന്നെയുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പോഷൻ ട്രാക്കർ വഴി അബാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അത് ഉറപ്പാക്കണം. അതിന് ഈ കുട്ടിയുടെ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചൈൽഡ് ആധാർ എന്ന് കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ആധാർ തന്നെയാണ്. ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അബാർ ഐ ഡി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം പരിശോധിച്ച് ഓക്കെ ആയതിനു ശേഷം ടീച്ചർ വീണ്ടും ബാക്കിൽ പോയി കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻസ് വരും. അതിൽ ക്രിയേറ്റ് ഓർ റിട്രീവ് അബാർ ഐ ഡി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ ആധാർ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ടിക്ക് മാർക്ക് ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതായത് കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ, അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ടി ഒരു അബാർ ഐ ഡി ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് കൂടെ ഓപ്പൺ ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഡിജി ലോക്കർ എന്ന് നമ്മൾ അടുത്ത സെഷനിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുട്ടി മൈനർ ആയതുകൊണ്ട് രക്ഷിതാക്കളുടെ ഒരു സമ്മതപത്രം അല്ലെങ്കിൽ കൺസെൻറ്റ് കൂടെ ആവശ്യമാണ്. അത് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആരുടെയാണോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കുട്ടിക്ക് വേണ്ടി നമ്മൾ അബാർ ഐ ഡി ഉണ്ടാക്കുന്നത് അവരുടെ കൺസെൻറ്റ് വാങ്ങി അവരുടെ ആധാർ കാർഡ് വാങ്ങി നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അൺപ്രോസസബിൾ എൻറ്റിറ്റി എന്നുള്ള ഒരു തടസ്സം നമ്മൾക്ക് മുന്നിൽ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, മൈനർ ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളായിട്ട് അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാക്കളുടെയോ ആധാർ കാർഡ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി അബാർ ഐ ഡി ഉണ്ടാക്കാം. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ആധാർ കാർഡാണ് ടീച്ചറുടെ കയ്യിലുള്ളതെങ്കിൽ ടീച്ചർ ആദ്യം അമ്മ എന്നുള്ളത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നു. മദർ എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം UID അവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അവിടെ UID നമ്പർ കൊടുത്ത് അമ്മയുടെ ആധാർ നമ്പറാണ് അവിടെ കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള എറർ സന്ദേശം നമുക്ക് ഇത്തരത്തിൽ അൺപ്രോസസബിൾ എൻറ്റിറ്റി എന്ന് കാണുന്നത്. ഇതിനർത്ഥം നമ്മൾ പരിശോധിക്കുക, ആധാറിലുള്ള വിവരങ്ങൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. ഇവിടെ 2 കോളങ്ങൾ മാത്രമേ ഉള്ളൂ. ആധാറിലുള്ള പോലെ പേര് അമ്മയുടെ രേഖപ്പെടുത്തുന്നു, രണ്ടാമത് ആധാർ നമ്പർ. ഈ 2 കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ടീച്ചർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ ആധാർ കാർഡ് നോക്കുക. ഇത് 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്ന ആധാർ കാർഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള എറർ സന്ദേശം വരുന്നത്, അതായത് അൺപ്രോസസബിൾ എൻറ്റിറ്റി എന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരത്തിൽ ശ്രദ്ധിക്കുക. ചില ആധാർ കാർഡിലൊക്കെ സൈഡിൽ ഇത്തരം ഇഷ്യൂ ഡേറ്റ് എന്ന് കാണും. ഇത് 2012 2010 ആണെങ്കിൽ 2015 താഴെയുള്ളതൊക്കെ 10 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഗുണഭോക്താക്കളെ അറിയിച്ചിട്ട് ഉടനെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ പറയുക. ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയം തന്നെ അവരുടെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഈ ആധാർ കാർഡ് കൈപ്പറ്റുക. അതിനുശേഷം വീണ്ടും എൻ്റർ ചെയ്ത് അബാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയും.